സംഘർഷങ്ങൾക്കും പരസ്പര ആക്രമണങ്ങൾക്കും ശേഷം പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. ഇന്നലെ രാത്രി ഇസ്രയേലും ഇറാനും പരസ്പരം ആക്രമണങ്ങൾ നടത്തിയില്ല. ഇതോടെ മേഖലയിൽ സാധാരണ നില കൈവരിച്ചതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഈ സാഹചര്യത്തിലും ഇരു രാജ്യങ്ങളും അവരവരുടേതായ നിലപാടുകൾ ശക്തമായി മുന്നോട്ട് വയ്ക്കുകയാണ്. ഇറാനെതിരെ തങ്ങൾ ചരിത്രപരമായ വിജയം നേടിയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടപ്പോൾ ടെഹ്റാനിൽ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പ്രകടനങ്ങൾ നടന്നു. നമ്മുടെ ഗർജനം ടെഹ്റാനെ പിടിച്ചുകുലുക്കി ഇറാനെതിരെ നേടിയ വിജയം തലമുറകളോളം നിലനിൽക്കുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയുണ്ടായ നിർണായക ഘട്ടത്തിൽ നമ്മൾ ഒരു സിംഹത്തെ പോലെ ഉയർത്തെഴുന്നേറ്റുവെന്നും നെതന്യാഹു പറഞ്ഞു. നമ്മുടെ ഗർജനം ടെഹ്റാനെ പിടിച്ചുകുലുക്കി. ഈ സൈനിക നീക്കത്തിൽ തങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകിയ അമേരിക്കയ്ക്കും മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും നെതന്യാഹു പ്രത്യേക നന്ദി അറിയിച്ചു. വൈറ്റ് ഹൌസിൽ ട്രംപിനോളം നല്ലൊരു സുഹൃത്ത് തനിക്ക് വേറെ ഉണ്ടായിട്ടില്ലെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ഇറാന്റെ ആണവ ഭീഷണിയെ ഇല്ലാതാക്കാൻ ഒപ്പം നിന്ന ട്രംപിനും അമേരിക്കയ്ക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്താനും അദ്ദേഹം മറന്നില്ല. ജൂൺ 13 ഇസ്രയേൽ ആരംഭിച്ച സൈനിക നടപടി ഇറാനെതിരെ വിജയം നേടിയെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ സാധിച്ചത് വലിയ നേട്ടമായാണ് ഇസ്രയേൽ കാണുന്നത്. ഇത് മേഖലയിലെ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് വലിയ ആശ്വാസമാകുമെന്നും അവർ വിലയിരുത്തുന്നുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാനായത് വലിയ ബഹുമതി. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേലിന്റെ വിജയത്തെ ശരിവെക്കുകയുണ്ടായി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാനായതും ജൂൺ 13 ഇസ്രയേൽ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കാനായതും വലിയ ബഹുമതിയായാണ് ട്രംപിന്റെ പ്രതികരണം. ഈ സൈനിക നടപടിയിൽ അമേരിക്കയുടെ നിർണായക പങ്കും അദ്ദേഹം എടുത്തു കാണിച്ചു. കൂടാതെ അമേരിക്കൻ ഭരണകൂടം ഇറാന്റെ ആണവ പദ്ധതികൾ തകർത്തതായി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിനെ ഔദ്യോഗികമായി അറിയിച്ചു. ഈ സൈനിക നടപടിയെ അമേരിക്ക ന്യായീകരിക്കുകയും അത് സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായാണ് നടത്തിയതെന്നും വിശദീകരിച്ചു. ഇറാൻ മേഖലയിൽ അസ്ഥിരത സൃഷ്ടിക്കാനും ആണവായുധങ്ങൾ വികസിപ്പിക്കാനും ശ്രമിക്കുന്നുവെന്നായിരുന്നു അമേരിക്കയുടെ ആരോപണം. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ സഖ്യകക്ഷിയായ ഇസ്രയേലിന് പിന്തുണ നൽകേണ്ടത് അത്യാവശ്യമായിരുന്നു എന്നും അമേരിക്ക വാദിക്കുകയുണ്ടായി. ഇസ്രയേൽ വിജയപ്രഖ്യാപനം നടത്തിയെങ്കിലും ഇറാൻ പക്ഷത്തു നിന്ന് വ്യത്യസ്തമായ ചിത്രമാണ് തെളിയുന്നത്. ടെഹ്റാനിൽ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിക്ക് പിന്തുണ പ്രഖ്യാപിച്ച ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി. ഇത് ഇസ്രയേലിന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കാൻ ഇറാൻ തയ്യാറല്ല എന്നതിന്റെ സൂചന നൽകുന്നുമുണ്ട്. ഇറാൻ ആണവ പദ്ധതികൾക്ക് തകർച്ച സംഭവിച്ചു എന്ന് ഇസ്രയേലും അമേരിക്കയും പറയുമ്പോഴും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനും പ്രതിരോധശേഷി ശക്തിപ്പെടുത്താനും ഇറാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഈ പ്രകടനങ്ങൾ വിളിച്ചോതുന്നു. ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാൻ തങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് സൂചന. ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളെ ഇറാൻ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും അവരുടെ നിലവിലെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ സംഘർഷം അവസാനിച്ചെങ്കിലും ഇസ്രയേൽ ഇറാൻ ശത്രുത അവസാനിക്കുന്നില്ല എന്നാണ്. നിലവിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ പശ്ചിമേഷ്യയിൽ ഒരു താൽക്കാലിക സമാധാന അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ദീർഘകാല വൈരാഗ്യം ഇപ്പോഴും തുടരുകയാണ്. ഇസ്രയേൽ തങ്ങളുടെ സൈനിക നീക്കം ഒരു ചരിത്ര വിജയമായി ആഘോഷിക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ ആഭ്യന്തര പിന്തുണ ശക്തിപ്പെടുത്തിയും ഭാവി നീക്കങ്ങൾ ആസൂത്രണം ചെയ്തുമാണ് മുന്നോട്ടു പോകുന്നത്. മേഖലയിൽ സാധാരണ നില കൈവരിച്ചുവെന്ന് പറയുമ്പോഴും ഈ വെടിനിർത്തൽ എത്രനാൾ നിലനിൽക്കുമെന്നത് കണ്ടറിയണം. ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ആശങ്കകളും ഇസ്രയേലിന്റെ സുരക്ഷാ ഭീഷണികളും ഇപ്പോഴും നിലനിൽക്കുന്നു. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും മേഖലയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാൻ ആവശ്യമായ നയതന്ത്രപരമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാട് നിർണായകമാണ്. ട്രംപിന്റെ ഭരണകൂടം ഇസ്രയേലിന് നൽകുന്ന ശക്തമായ പിന്തുണ ഇറാന്റെ ഭാവി നീക്കങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്നും വരും ദിവസങ്ങളിൽ കണ്ടറിയാം. പശ്ചിമേഷ്യയിലെ ഈ പുതിയ സാഹചര്യം മേഖലയുടെ ഭാവിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. ഇതൊരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണോ അതോ ശാശ്വതമായ ഒരു സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയാണോ എന്നത് വരും കാല സംഭവ വികാസങ്ങൾ തെളിയിക്കും.